നമസ്കാരം, ഞാൻ സിബിൻ പ്രഭാകരൻ. നമ്മുടെ പഴയകാല കാർഷിക ഉപകരണങ്ങളിൽ ഏറെ പ്രാധാന്യമുണ്ടായിരുന്ന രണ്ട് കാർഷിക ഉപകരണങ്ങളാണ്. ഒന്ന് തൂമ്പയും മറ്റൊന്ന് കൊത്തിയും. തൂമ്പ നമ്മൾ സർവ്വസാധാരണമായി കേരളത്തിലെ ഒരുമിക്ക പ്രദേശങ്ങളിലും തന്നെ ഉപയോഗിച്ചിരുന്നു. കൊത്തി കൂടുതലായി നമ്മൾ ഉപയോഗിച്ചിരുന്നത് കൽപ്പൊടി പ്രദേശങ്ങളിലും അല്ലെങ്കിൽ കടുപ്പം കൂടിയ മണ്ണുള്ള പ്രദേശങ്ങളിലുമാണ്. തൂമ്പയേക്കാൾ വീതി കുറവും എന്നാൽ വണ്ണം കൂടുതലുമുള്ള മെറ്റൽ പ്ലേറ്റുകളാണ് കൊത്തികൾ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇവയ്ക്ക് തൂമ്പയുടെ കൈയുടെ അത്ര നീളം കാണില്ല. അടിഭാഗം വീതി കൂടുതലുള്ളതും മുകളിലേക്ക് വരുംതോറും വീതി കുറവുമുള്ള മര കമ്പുകളാണ് കൊത്തിക്കൈകളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഒരു പിക്കാസിൻ്റെയും തൂമ്പയുടെയും ജോലി ഒരുമിച്ച് ഒരു പരിധിവരെയൊക്കെ നമുക്ക് കൊത്തികൾ കൊണ്ട് ചെയ്യുവാൻ സാധിച്ചിരുന്നു. പണ്ടുകാലങ്ങളിൽ കൊത്തികൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് കിണർ കുഴിക്കുവാനും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പോകുവാനുള്ള ചാല് വെട്ടുന്നതിനും ആഴത്തിൽ കിളക്കുന്നതിനും കളകളെ വേരോടെ പിഴുത് കൊത്തിമറിച്ചിടുന്നതിനും പിന്നെ അതുകൂടാതെ വലിയ മൺകട്ടകൾ ഉടക്കുന്നതിനും മണ്ണ് നിരപ്പാക്കുന്നതിനും അങ്ങനെയൊക്കെയാണ് കൊത്തികൾ സാധാരണയായി പണ്ടുകാലങ്ങളിൽ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ഹെവി വാഹനങ്ങളുടെ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വരുന്ന ലീഫ് സ്പ്രിങ്ങുകളാണ് നമ്മൾ കൊത്തികൾ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് എവിടെ നിന്ന് ലഭിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മെറ്റൽ സ്ക്രാപ്പ് വിൽക്കുന്ന കടകളിൽ നിന്നെല്ലാം ഇത്തരത്തിൽ ഒടിഞ്ഞ ലീഫ് സ്പ്രിങ്ങുകൾ നമുക്ക് ലഭിക്കും. ഈ ലീഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ പ്ലേറ്റാണത്. അത് ഏകദേശം ഒരു 10 മുതൽ 18 ഇഞ്ച് വരെ നീളമുള്ള മെറ്റൽ പ്ലേറ്റുകളിലാണ് നമ്മൾ കൊത്തികൾ ഉണ്ടാക്കുന്നത്. ആ നീളം കൂടിയാലും നീളം കുറഞ്ഞാലും നമുക്കത് ഉപയോഗിക്കാൻ പ്രയാസമായിരിക്കും. ഇതിൻ്റെ ഒരു തല ഫോജിങ് നടത്തി, അതായത് ചുട്ടുപഴുപ്പിച്ച് അടിച്ചു പരുത്തി മൂർച്ചയുള്ളതാക്കി മാറ്റും. വീണ്ടും നമ്മളിതിനെ ചുട്ടുപഴുപ്പിച്ച് വെള്ളത്തിൽ മുക്കി അതിൻ്റെ കടുപ്പം കൂട്ടിയെടുക്കും. അതായത് ഈ മെറ്റൽ പ്ലേറ്റിൻ്റെ ഹൈ കാർബൺ സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ ഒന്ന് സോഫ്റ്റാക്കിയിട്ട് നമുക്കാവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റിയ ശേഷം വീണ്ടും പഴുപ്പിച്ച് വെള്ളത്തിൽ മുക്കി ഹൈ കാർബൺ സ്റ്റീലിൻ്റെ ആ ഹാർഡ്നെസ്സിലേക്ക് ഈ മെറ്റൽ പ്ലേറ്റിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണത്. ഒരു തല നമ്മൾ അടിച്ചു പരുത്തി നല്ല മൂർച്ചയുള്ളതാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ തലയിൽ നമുക്ക് കൊത്തിക്കൈ പിടിപ്പിക്കാനായിട്ട് ഒരു കാത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. കാര്യം ഇതിൽ ലോഡ് വരുന്നതാണത്. അതിനുശേഷം ഒന്ന് ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു. കൃഷിയന്ത്രങ്ങളില്ലാതിരുന്ന ഒരു കാലത്ത് അതാതു പ്രദേശങ്ങളിൽ അനുയോജ്യമായ രീതിയിൽ ചിലത് ചെറുതായിരിക്കും, കുറച്ച് വലുതായിരിക്കും. അത് ആ മണ്ണിൻ്റെ പ്രത്യേകതകളനുസരിച്ച് കൊത്തികൾ പ്രാദേശികമായി നിർമ്മിച്ചിരുന്നു. അവയ്ക്ക് കൃഷിയിടത്തിലേറെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്നും കർഷകർ കൊത്തികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൊത്തികളെപ്പറ്റിയും അത് നിർമ്മിക്കുന്ന രീതിയെപ്പറ്റിയും ഏകദേശം ഒരു അടിസ്ഥാന കാര്യങ്ങൾ പറയുവാൻ സാധിച്ചു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.